പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ദൈവവേദന മനസ്സ്, ശരീരം, ആരോഗ്യം ഏതെല്ലാം മേഖലകളിലെ എൻ്റെ മക്കള് ഇന്ന് ഞെരുങ്ങുകയോ വിഷമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിങ്ങുന്ന മനസ്സാണ് നിങ്ങളുടെ എങ്കിൽ സാമ്പത്തിക തകർച്ച ഉള്ളത് കാരണം, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോയത് കാരണം, വരുമാന സ്രോതസ് അടഞ്ഞു പോയത് കാരണം, പഠിക്കേണ്ട കാര്യങ്ങളും വിസ പ്രോസസ്സിങ്ങും നാട്ടിലുള്ള പരീക്ഷകളും ടെസ്റ്റുകള് പരീക്ഷ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ, എൻ്റെ വിഷയത്തിന് PSC ടെസ്റ്റ് പിടിച്ചെന്നെങ്കിലും ആഗ്രഹിക്കുന്നവരെ, അതെല്ലാം ഈ ഒറ്റ പ്രാർത്ഥനയുടെ ദൈവത്തിലെ നിന്നെ ദൈവം ഏറ്റെടുക്കുകയും നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നെ സന്ധിക്കുകയും ചെയ്യും. നീ കടം കൊടുത്തിട്ടുള്ളവർ, അത് കിട്ടാത്തവർ, നിന്നോട് കടം വാങ്ങിച്ചിട്ടുള്ളവർ, അത് തരാത്തവർ, എല്ലാം കൊണ്ട് നീ ഞെരുങ്ങുന്ന വിഷയങ്ങളെല്ലാം കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിന്റെ ഇന്നിൻ്റെ സങ്കടങ്ങളെ കണ്ണുനീരിനെ ഏറ്റെടുക്കുകയും എൻ്റെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുകയും നീ ശക്തിപ്പെട്ട് രാത്രി തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ കൃപ നിന്നെ പിന്തുടരട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാശ്രയിച്ചു നീക്കുക. വിശ്വാസത്തിന് 3 ഘടകങ്ങളുണ്ട്. ഒന്ന്, വിശ്വാസത്തിൻ്റെത് വിശ്വാസ കൈമാറ്റം. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. പിന്നെ അത് പ്രൊഫഷൻ ഓഫ് ഫെയ്ത്ത്, മറ്റുള്ള മുമ്പിൽ കർത്താവിനെ ഏറ്റുപറയണം. ഇപ്പോൾ കരസ്മാരിക് മേഖലയിൽ വന്നപ്പോൾ കുറച്ച് ഏറ്റുപറച്ച് കൂടിയിട്ടുണ്ട്. അത് ഒരു മറ്റ് പല മിഷൻ പ്രവർത്തനങ്ങളെക്കാളും വ്യത്യസ്തമായിട്ട് കരിസ്മാറ്റിക്
അതിന് തീവ്രമായ അഭിഷേകം കിട്ടിയവർ ഏറ്റു പറയാൻ വേണ്ടി കുറച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപവിപ്രവർത്തനങ്ങൾ, സുവിശേഷ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഉടമ്പടിയുടെ കാലം വന്നപ്പോൾ വിശ്വാസ പ്രയോഗങ്ങൾ വന്നു. നമ്മുടെ വിശ്വാസ പ്രൊഫഷണൽ ഫെയ്ത്തിൻ്റെ തന്നെ ഒത്തിരി എക്സ്പ്രഷൻ രൂപങ്ങൾ വന്നു. പിന്നെ സുവിശേഷ കൈമാറ്റം മസ്റ്റാക്കി, ഓപ്ഷണലല്ല. അത് വെദർ യു ഹാവ് ഗിവൺ ദ ഗ്രേസ് ഓർ നോട്ട് ബൈ ദ വെരി പേഴ്സൺ യു ആർ ബീയിങ് ക്രിസ്ത്യൻ, യു മസ്റ്റ് പ്രൊക്ലെയിം ഗോസ്പൽ. അതാണ് ഉടമ്പടിയുടെ ഒരു നിലവാരം എന്ന് പറയുന്നത്. നിനക്കത് പ്രത്യേക ഗ്രേസ് കിട്ടിയാലും ഇല്ലെങ്കിലും നീ വത്തിക്കാൻ സുനദോസിൻ്റെ ബൈ ബാപ്റ്റിസം എവരി ക്രിസ്ത്യൻ മിഷണറി. അത് വെള്ളം കൊണ്ട് ജ്ഞാനസ്നാനമാകാം, വിശ്വാസം കൊണ്ട് ജ്ഞാനസ്നാനപ്പെട്ട ആളാകാം. നീ ക്രിസ്തുവിനെ അറിഞ്ഞോ, യു മസ്റ്റ് ഗിവ് ടു അതേഴ്സ് യുവർ ഫെയ്ത്ത്. അതാണ് ഉടമ്പടിയുടെ അത് വത്തിക്കാൻ സുനദോസിൻ്റെ നിലപാടാണത്. എല്ലാവരും ഒരു പ്രാർത്ഥിച്ച് ഒരു ഗ്രേസ് കിട്ടിയിട്ട് അവർ ജീവിത വിളിയായിട്ട് പ്രത്യേകം തിരഞ്ഞെടുത്ത് കുറേ പേരുടെ ഒരു സമൂഹം ഉണ്ടാക്കുകയല്ല. എവരിബഡി who are baptized in faith, they must be missionary. അതാണ് ഉടമ്പടിയുടെ രീതി എന്ന് പറയുന്നത്. അപ്പം ഇതിൽ വരുന്ന വിഷയം എന്ന് പറയുന്നത് മുൻതൂക്കങ്ങൾ, മിഷൻ പ്രവർത്തനങ്ങൾ കർത്താവിനെ അറിയാം. അത് എപ്പോഴും മിഷൻ പ്രവർത്തനങ്ങൾ എപ്പോഴും ഈസിയല്ല. എല്ലാ കാര്യങ്ങളും ഇത്രയും നമുക്കുണ്ടായിട്ടുള്ള എല്ലാ രക്തസാക്ഷികളും മിഷണറി ജോലി ചെയ്ത രക്തസാക്ഷികളായവരാണ്. അപ്പം മിഷണറി ജോലി ചെയ്യുന്നവർക്ക് ആന്തരികമായ ബോധ്യമുണ്ട് അതിൻ്റെ പേയ്മെൻറ്റ് നടത്തേണ്ടി വരുമെന്ന്. പിന്നെ മിഷണറി ആകാൻ പറ്റത്തില്ല. ഇനി ക്യാപിറ്റൽ മിഷണറി ആയിട്ടുള്ള അല്ലെങ്കിലും നമുക്ക് മിഷണറി ജോലി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ വീടുകളിലും നമ്മുടെ തന്നെ ശരീരത്തിൽ, ഇപ്പം ഞങ്ങൾ തന്നെയാണെങ്കിലും വലിയ മിഷണറി ആണെന്ന് പറയണില്ല, എന്നാലും ചെയ്യണ മിഷൻ ജോലിയെല്ലാം നല്ല പേയ്മെൻറ്റിലാണ്. എനിക്കാണെങ്കിൽ നല്ല അസുഖങ്ങളൊക്കെ ഉണ്ട് പലതരത്തിൽ. ഞാനതുമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് അസുഖമാണെന്ന് പറഞ്ഞാൽ പോയിട്ടില്ല. ആ സമയത്തും ആൾക്കാരെ പ്രാർത്ഥിക്കും. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ആ ശുശ്രൂഷയുടെ കർത്താവ് എല്ലാവരും ഹീൽ ചെയ്യുമ്പോൾ അവൻ വൂണ്ടഡ് ഹീലറാണ്, മുറിവേറ്റവനായിട്ട് കിടക്കുന്നവനാണ് അവൻ. അപ്പം മുറിവിലൂടെയാണ് സൗഖ്യം എന്നുള്ള ബൈബിളിൻ്റെ ഒരു തിയറി ഉണ്ട്. അവൻ്റെ മുറിവിലാണല്ലോ നമ്മുടെ സൗഖ്യം എന്ന്. അപ്പം ഇത് വിശ്വാസത്തെ കുറച്ചുകൂടി ഗൗരവമായിട്ട് കാണുവാനും അതിനെ പിന്നെ ചുമ്മാ ഒരു പ്രാർത്ഥനാ പുസ്തകങ്ങൾ വായിച്ച് ദൈവത്തിനെ കേൾപ്പിക്കുന്ന ഒരു പ്രാർത്ഥന ക്രിസ്ത്യാനിയായിട്ട് റെഡ്യൂസ് ചെയ്യാതെ വിശ്വാസം പ്രൊക്ലെയിം ചെയ്യുന്ന, വിശ്വാസം സാക്ഷീകരിക്കുന്ന ആഴമുള്ള ക്രൈസ്തവരായിട്ട് മാറാൻ, അതാണ് നമുക്ക് അധികാരം നൽകേണ്ടത്. അപ്പം നമുക്ക് ആഴമുള്ള വിശ്വാസം കൈമാറുന്നവരാണെന്ന് കണ്ടാൽ ദൈവം നമുക്ക് തരുന്നത് അഭിഷേകത്തെക്കാൾ വലിയ സംഭവം തരും. അതിനാണ് അധികാരം എന്ന് പറയുന്നത്. ലൂക്ക 22:32. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഗെത്സെമനയിലെ ഭയങ്കര കഠോര സങ്കടങ്ങളുടെ സമയത്ത് പത്രോസിനെ ഈശോ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ്. പിന്നെ പത്രോസിനെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്താണ്? നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. അതാണ് വിഷയം. നമ്മളെ ഒരു കംപ്ലീറ്റ് വിശ്വാസി ആകുമ്പോൾ എന്താ ചെയ്യണത്? നമ്മളെ തന്നെ അവശതകളിൽ നിന്നും, പിന്തിരിപ്പ മനോഭാവങ്ങളിൽ നിന്നും, നഷ്ടശിഷ്ട ബോധങ്ങളിൽ നിന്നും, ലാഭനഷ്ട കണക്കുകളിൽ നിന്നും, ആരോഗ്യ കണക്കുകളിൽ നിന്നും, കുടുംബത്തിൻ്റെ കലഹങ്ങളിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ചു വന്ന് എന്ത് ചെയ്യണം? നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം. അപ്പം തിരിച്ചു വരവാണ് വിശ്വാസത്തിൻ്റെ ഒരു ഏറ്റവും വലിയ തിരിച്ചു വരവാണ്. എല്ലാവർക്കും തിരിച്ചു വരാൻ ഒത്തിരി ഇടങ്ങളുണ്ടല്ലോ. ചിലക്ക് കടങ്ങളായിരിക്കും. ഞാൻ കടവന്ന് കഴിയട്ടച്ചാ. ചില അമ്മച്ചിമാർ ഉടമ്പടി എടുത്തിട്ട് എന്താ പറയണത്? അച്ഛാ, ഉടമ്പടിയേ എൻ്റെ മകളെ പ്രസവിക്കാൻ വേണ്ടി വന്ന് നിൽക്കുക. അപ്പോൾ അവളൊന്ന് പ്രസവിച്ച് പോയിട്ട് 90 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പച്ചത്തിരി നിലത്തിലേക്ക് കത്തിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ തിരിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഉടമ്പടി എടുത്തിടണം. പക്ഷെ അതല്ല, അങ്ങനെ പല ഉത്തരവാദിത്തങ്ങളും ഉണ്ടാകും. അതിൽ നിന്നും നീ തിരിച്ചു വരണം. എന്താണ്? അതങ്ങനെ അതിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മളുടെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്താൻ നീ തിരിച്ചു വരണം. കർത്താവിൻ്റെ ഏറ്റവും വലിയ വാക്കാണ്, നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം. നിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അതുള്ളപ്പോൾ തന്നെ കർത്താവിന് വേണ്ടി മറ്റുള്ളവരെ ശക്തിപ്പെടുത്താൻ, വിശ്വാസത്തെ ഉയർത്താൻ ഒരു തിരിച്ചുവരവ് ദൈവം പ്രതീക്ഷിക്കുന്നു. അതായത് നമ്മൾ ഏത് കാലഘട്ടം വന്നാലും, ഇപ്പോൾ AI ഒരു കാലഘട്ടമാണ് വന്നത് അല്ലേ?
പേയ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ഫാസ്റ്റിങ് എല്ലാം സ്പീഡാകും. നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ ഒരു സ്ഥാനം ഈ ഏറ്റെടുക്കുന്ന ഒരു സമയം ഉണ്ടാകും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കും. സൃഷ്ടിക്കുക, പരിപാലിക്കുക, നയിക്കുക എന്നുള്ള ദൈവസ്ഥാനം ഏറ്റെടുക്കും. ദൈവസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്ത തരത്തിൽ നിൽക്കും. അപ്പോൾ യൂദയായിലുള്ളവർ കർത്താവ് എന്താ പറഞ്ഞത്? മരുമകളിലേക്ക് ഓടിപ്പോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും പ്രാർത്ഥന തന്നെയായിരിക്കും അതിൻ്റെ പ്രതിവിധി. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദൈവത്തെ വിശ്വാസം കൊണ്ടും ദൈവത്തെ പ്രാർത്ഥന കൊണ്ടും ജീവിതത്തിൽ അനുഭവവേദ്യമാകാനുള്ള ശരാശരി മനുഷ്യൻ്റെ കഴിവുകളെ ഉത്തേജിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഉടമ്പടി കാണിക്കുന്ന ഒരു അടയാളം. ഉടമ്പടി ഭാവിക്ക് വേണ്ടി നേരത്തെ ഉദിച്ച ഒരു ഉഷകാല നക്ഷത്രം പോലെയാണ് നമ്മുടെ മുമ്പിൽ ഈ ചക്രവാളത്തിൽ, ആധ്യാത്മിക ചക്രവാളത്തിൽ ഇപ്പോൾ തെളിഞ്ഞു വരണത്. കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്നേഹ ഷൈജൻ്റെയൊക്കെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഷൈജൻ ഒരു കാത്തലിക് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, എനിക്കറിയത്തില്ല. അവിടെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ ഒരു ക്രിസ്ത്യനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രഡീഷണൽ ക്രിസ്ത്യനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെന്നേ എനിക്ക് തോന്നുന്നുള്ളത്. പക്ഷേ അവർ നോൺ ക്രിസ്ത്യനാണെന്ന് അവൾ പറയുന്നുമില്ല. പക്ഷേ എങ്കിലും നമ്മൾ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു ദൈവത്തെ പരിചയപ്പെടാൻ ഇടയായ ഒരു ശരാശരി മനുഷ്യനാണ്, ഒരു സ്ത്രീയാണ്. ഈ ദൈവത്തെ ഈ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ദൈവത്തെ കണ്ടുമുട്ടാൻ ഇടയായ ഒരു ശരാശരി മനുഷ്യൻ്റെ ഒരു പ്രതീകമാണ് ഈ സ്നേഹ ഷൈജൻ. അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് അറിയാം. അപ്പോൾ അവരിതിന് പറയണത്, അവർ ഈ കൃപാസനം പത്രം അവർക്കിങ്ങനെ അടിക്കടി ഭർത്താവ് ജയിലിലായി, അമ്മയമ്മക്ക് ഭ്രാന്തായി, തനിക്ക് ബ്ലീഡിങ് ആയി, തൻ്റെ വണ്ടി ഈ ജീവന മാർഗത്തിൽ തൻ്റെ വണ്ടി ഓടിച്ചിരുന്ന വണ്ടി ഇടിച്ച് ഡ്രൈവർ മരിച്ചു. രാത്രിയാണ് 1 മണിക്കാണ് വണ്ടി ഇടിച്ചത്. അത് നോക്കാനും തിരക്കാനും പോകാൻ പോലും താനൊരു ഒറ്റ പെണ്ണായിട്ട് തനിക്ക് പറ്റണില്ല. അപ്പോൾ ഞാനൊരു വീട്ടിലേക്ക് വിളിച്ചു. അപ്പോൾ എന്നെ സഹായിക്കാൻ പോയി. അപ്പോൾ ഇങ്ങനെ വളരെ സങ്കീർണമായ ഓരോ ദിവസവും ഇങ്ങനെ വളരെ ഗുരുതരമായ കാഷ്വാലിറ്റി സംഭവിക്കുമ്പോൾ തന്നെ അവളുടെ മനസ്സിൽ തോന്നുകയാണ്, എടാ ഇനി കൃപാസനമല്ലേ ഉള്ളെന്ന്. അത് കാര്യം ഇത്രയും, അതാണ് സംഭവം. എന്നാൽ കൃപാസനത്തിൻ്റെ പ്രസക്തി നിങ്ങൾ മനസ്സിലാവും ഇത് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ. ഇത്രയും ഒറ്റ പെണ്ണായി നിന്നുകൊണ്ട് അവൾക്ക് നമുക്ക് സ്ത്രീകളെല്ലാം ഇങ്ങനെ ആഡംബരമായിട്ട് ഭംഗിയായിട്ടൊക്കെ ചിരിച്ചും കളിച്ചൊക്കെ നടക്കണം. എന്താണ് അവരുടെ വീട്ടിൽ നോക്കാനും തിരക്കാനും ഭർത്താവും മക്കളും ഒക്കെ നല്ല ടിപ്പന്മാർ കാര്യങ്ങൾ തിരക്കാൻ അന്വേഷിക്കാനുണ്ട്. ഇതൊന്നുമില്ലാത്തവരുടെ അവസ്ഥ എന്താണ്? ഭർത്താവ് ചെയ്യില്ല. പിന്നെ കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരു ജോലിക്ക് പോകാമെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പോകാനുള്ള അമ്മയ്ക്ക് ഭ്രാന്ത. അമ്മ ഭ്രാന്തല്ല, പിള്ളേരെ കടിക്കണുണ്ട്. അവൾ പറഞ്ഞ് എന്നോട് അവിടെ ഈ സാക്ഷ്യത്തെ സ്നേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ ചോറ് കൊടുത്തിട്ട് അമ്മേൻ്റെ കൈയിട്ട് കടിച്ചെന്നാണ്. കടിയെന്ന് വെച്ചാൽ വല്ലാത്ത കടിയാണേ, അപ്പോൾ വെളിവില്ലല്ലോ തലക്ക്. അപ്പോൾ ഇത് എല്ലാം കൊണ്ട് കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാൻ ആരുമില്ല, അമ്മനെ ഏൽപ്പിക്കാൻ ആരുമില്ല, ഭർത്താവ് ജയിലുമായി, ജീവിക്കാൻ മാർഗമില്ല, തനിക്ക് ബ്ലീഡിങ്ങുമായി. ഇങ്ങനെ ഒരു ഘട്ടത്തിലൂടെ പോകുന്ന ഒരാളിനെ ആണ് ഈ കൃപാസനം പത്രം. അപ്പോഴാണ് ഓർക്കുന്നത്, കൃപാസനം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, ആ പത്രം വീട്ടിൽ ഇരിപ്പുണ്ടല്ലോ. ഉടനെ ഇവിടെ പത്രം എടുത്ത് നോക്കുമ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത്? ഞാൻ നിനക്ക് മുമ്പേ നിങ്ങളുടെ സങ്കടപ്പാടുകൾക്ക് മുമ്പേ, നിൻ്റെ ദുഃഖപ്പാടുകൾക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കും. ഒരു കരുതലാണത്, ശരിക്കും പറഞ്ഞാൽ ഒരു കരുതലാണ്. എന്താണ്? തക്ക സമയത്താണ് അവിടെ നിനക്ക് അറിവ് നൽകും. ദൈവത്തിന് ഒരു സമയമുണ്ട് എല്ലാത്തിനും, അല്ലേ? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ, അല്ലേ, വിനയത്തോടെ നിൽക്കുവിൻ. തക്ക സമയത്ത് ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 പത്രോസ് 5:6. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. സമയം നിങ്ങൾ നിശ്ചയിക്കരുതെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? വിഷയങ്ങളൊക്കെ വരും. അപ്പോൾ ദൈവം ഒരു അടയാളം കാണിക്കട്ടെ, എന്നിട്ട് ഞാൻ ഉടുത്തുകെട്ടി ഇറങ്ങാമെന്ന് പറയരുത്. അതൊക്കെ ദൈവത്തെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ്. മറിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എങ്ങനെ വെയിറ്റ് ചെയ്യണം? പ്രാർത്ഥനയോടെയാണ് കാത്തിരിക്കാൻ. വെറുതെ വെയിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ദൈവത്തിൻ്റെ തിരുസന്നിധി വെയിറ്റ് ചെയ്യണത് നമ്മൾ ബസ് സ്റ്റോപ്പിൽ വണ്ടി കാത്തിരിക്കണ പോലെ അല്ല. കർത്താവ് എന്താ പറയണത്? നിങ്ങളെ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കും. ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:4. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. അതായത് കാത്തിരിപ്പിന് മുമ്പുള്ള എന്താണ്? ജെറുസലേം വിട്ടുപോകരുത്. അതാണ് സംഭവം. 93-92 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ജെറുസലേം ദൈവത്തിൻ്റെ സന്നിധാനമാണെന്നാണ്. അതായത് നമ്മൾ
ക്ലേശങ്ങൾ 1 by 1 ആയിട്ട് വരുമ്പോഴും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ വണ്ടി കാത്തിരിക്കണ പോലെ നിന്നിട്ട് കാര്യമില്ല. പിന്നെ എന്താണ്? ജെറുസലേം വിട്ടുപോകരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ സന്നിധാനം വിട്ടുപോകരുത്, ദൈവസാന്നിധ്യത്തിൽ തന്നെ ആയിരിക്കണമെന്ന്. ചില ആൾക്കാർ സംശയിക്കും, ചില ആൾക്കാർ ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഭർത്താവ് ജയിലിലായില്ല, അമ്മ ഭ്രാന്തായില്ല, ഞങ്ങളുടെ വീട്ടിൽ വണ്ടി ഇടിച്ചല്ല. എൻ്റെ മക്കൾ, നമുക്ക് ചുറ്റും ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചില സമയത്തൊക്കെ നടക്കും. ഇതെല്ലാം ഓൾ ഓൺ എ സഡൻ റെക്ടിഫൈ ചെയ്യാനും ദൈവത്തിന് കഴിയും. അത് നിങ്ങളറിയണം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക 5 കാര്യം സംഭവിച്ചാലും 50 കാര്യം സംഭവിച്ചാലും അര മിനിറ്റ് കൊണ്ട് ഇത് സെറ്റ് ചെയ്യാൻ ദൈവത്തിന് കഴിയും. മനസ്സിലായി? അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന് സമയം അനുഭവിച്ചുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധി ജാഗ്രതയോടെ പ്രാർത്ഥനയോടെ നിൽക്കും. ഇതിൻ്റെ ഇടയ്ക്ക് സ്നേഹ ഷൈജിന് ഒരു വചനം കിട്ടും. ആ 119:73 ദുരന്തങ്ങൾ എനിക്ക് ഓഹരിയായി വന്നു, ദുരന്തങ്ങൾ കർത്താവിൻ്റെ കൽപ്പന എന്നെ പഠിപ്പിച്ചു വന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. 119 സങ്കീർത്തനം 71 തിരുവചനം. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. പ്രീസറാണ്. ചട്ടങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ദൈവവചനമാണ്. മനസ്സിലായില്ലേ? ദുരന്തങ്ങൾ എനിക്ക് ഉപകാരമായി. അതായത് സങ്കീർത്തനത്തിൽ 119:71 എന്താണ്? ദുരിതങ്ങൾ പറഞ്ഞേ, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അതുമൂലം അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചല്ലോ. അതായത് ഈ ചട്ടങ്ങൾ അഭ്യസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, 2 തരം കാലാവസ്ഥയിൽ ഇത് സംഭവിക്കും. ഒന്ന്, നമ്മൾ വളരെ ജോലി കിട്ടുന്നു, നമുക്ക് കല്യാണം കഴിക്കുന്നു, നമുക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നു, നമുക്ക് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒത്തിരിയേറെ സ്ട്രോക്കുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വി ആർ ഹാപ്പി മോർ ദാൻ എവരിബഡി. ഓക്കെ. എന്നിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ അത് മൂലം പാലിച്ചൊക്കെ പോകുന്നു. ഇതിൻ്റെ മാർക്കെന്ന് പറയണത് ഒരു 10 മാർക്കായിരിക്കും ഉള്ളത്. അതെപ്പോഴും. അതായത് പക്ഷേ ദുരിതങ്ങളിലാണ് നീ ദൈവത്തിൻ്റെ കൽപ്പന അഭ്യസിക്കുകയാണെങ്കിൽ അതിൻ്റെ മാർക്ക് ദൈവം തന്നെയായിരിക്കും. വ്യത്യാസം അതാണ്. അവൻ പറയണ പോലെ ചെയ്യണമല്ല ഉടമ്പടി. ആ ഉടമ്പടി റിസൾട്ടിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. നമ്മൾ ഒരു നല്ല കാലാവസ്ഥയിൽ കർത്താവിൻ്റെ വചനങ്ങൾ പാലിക്കുന്ന എളുപ്പമാണ്. നമുക്ക് ആരോഗ്യമുണ്ട്, നാട്ടുകാരുണ്ട്, വീട്ടുകാരുണ്ട്, പഠനമുണ്ട്, നമുക്ക് ജയിച്ചിട്ടുണ്ട്, നമുക്ക് വിസ കിട്ടി, നമുക്ക് PR കിട്ടി, നമ്മൾ ഓക്കെ ആയി, നമുക്ക് വസ്തു മേടിച്ചോ അല്ലെങ്കിൽ വിറ്റോ അല്ലെങ്കിൽ വീട് കിട്ടി, നമുക്ക് ഓക്കെ. ഈ കാലത്തെല്ലാം നമ്മൾ കർത്താവിൻ്റെ വചനം പാലിക്കുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് ബ്ലെസ്സിങ്സ് എന്ന് പറയും. ദാറ്റ് ഈസ് ഫിസിക്കൽ ഫേവേഴ്സ്. നമ്മൾ നല്ല കാലത്ത് നമുക്ക് ദൈവവചനം പാലിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ബ്ലെസ്സിങ്സ് ആണ്. അത് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ ഫേവേഴ്സ്. ഈ ബ്ലെസ്സിങ്സിനൊരു കുഴപ്പമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ആൻഡ് ത്രോ ആണ്. അത് ഫിസിക്കൽ അല്ലേ, ഫിസിക്കൽ ഫേവേഴ്സ് അല്ലേ. ഇപ്പോൾ ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫിസിക്കൽ ഫേവറാണ്. വീടിൻ്റെ അകത്ത് നമുക്ക് അടച്ചുറപ്പുള്ള വീടുണ്ടെങ്കിൽ നമുക്ക് കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റും അല്ലേ. അപ്പോൾ അത് ആ ഉറങ്ങണത് നമ്മുടെ ശരീരത്തിനല്ലേ ഗുണം, ഫിസിക്കൽ ഫേവേഴ്സ് അല്ലേ. പക്ഷേ നാളെ ശരീരം തന്നെ ഇല്ലാണ്ട് വരുമല്ലോ. അതാ പ്രശ്നം. നിങ്ങൾക്ക് എത്ര ബ്ലെസ്സിങ്സ് തന്നെ കിട്ടിയാലും അതെല്ലാം ഫിസിക്കൽ ഫേവേഴ്സാണ്. അത് കഴിഞ്ഞാൽ ഭൗതികമായ ആനുകൂല്യങ്ങൾ, അതിന് നമ്മൾ അനുഗ്രഹങ്ങൾ എന്ന് പറയും ഇല്ലേ. അനുഗ്രഹങ്ങളുടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവം? മോഹങ്ങളും അനുഗ്രഹങ്ങളും തമ്മിൽ നല്ല കൂട്ടാണ് പണ്ട് മുതലേ. അനുഗ്രഹങ്ങളൊക്കെ വരുന്ന മുമ്പ് നമുക്ക് എന്താ പറയുന്നത്? മോഹമാണ് വരണത്. ഈ മോഹവും അനുഗ്രഹവും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. അനുഗ്രഹം ഫിസിക്കൽ ഫേവേഴ്സ് വരുന്ന മുമ്പ് നമുക്കെന്ത് വരും? ഒരു മോഹം വരും. ആ മോഹത്തിൽ ചിലപ്പോൾ ദൈവം ഹോണർ ചെയ്യണ മോഹം ഉണ്ടാകും, അല്ലെങ്കിൽ ഹോണർ ചെയ്യാത്ത മോഹം ഉണ്ടാകും. ദുർമോഹം ഹോണർ ചെയ്യാത്തതാണ്. മോഹത്തിൽ തന്നെ 2 എണ്ണമുണ്ട്. എന്തൊക്കെയാണ്? മോഹമുണ്ട്, ദുർമോഹമുണ്ട്. ദുർമോഹം എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? ദുർമോഹം ഗർഭം ധരിച്ചാൽ എന്ത് പറ്റും? പാപത്തെ പ്രസവിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് 1:15 ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ഒരു മോഹം ചില സമയത്ത് ദുർമോഹം കൊണ്ട് മരണമാണ് സംഭവിക്കുന്നത്. ഈ ഒരു മോഹം എങ്ങനെ ദുർമോഹമാകണത്? നിങ്ങളിപ്പോൾ ഉടമ്പടി വെച്ചിരിക്കുന്ന പല നിയോഗങ്ങളുമില്ലേ, ചിലത് ദുർമോഹങ്ങളാണ്. അതുകൊണ്ടാണ് അത് പൊരുന്ന് വരാം. ചിലപ്പോൾ നമ്മളൊരു കോഴി ഇപ്പോൾ 21 മുട്ട വെച്ച്
ഇൻക്യുബേറ്ററിൽ വല്ല വെച്ച് അല്ലെങ്കിൽ കോഴിക്ക് പൊരുന്നാൻ വേണ്ടി വെച്ചെന്ന് വിചാരിച്ചോ. നിങ്ങൾ പറയും 12 വിരിഞ്ഞ് പിന്നെ 9 വിരിഞ്ഞില്ലെന്ന് പറയും. വിരിയാത്ത മുട്ടയ്ക്ക് എന്ത് സംഭവിക്കും? ചീഞ്ഞു പോകുകയാണ് ചെയ്യണത് അല്ലേ? ഉടമ്പടി ചില നിയോഗങ്ങൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്കറിയാം, അത് വെച്ചപ്പോൾ തന്നെ ചീഞ്ഞു പോകുമെന്ന്. ദൈവത്തിനോടൊരു പണി കൊടുത്തതാ, മനസ്സിലായില്ലേ? ചെറുത്തിമാരൊക്കെ കുറഞ്ഞ പുള്ളികളൊന്നും അല്ലല്ലോ. അടയാളം വരുത്തിട്ട് ഇത് വായിക്കുമ്പോൾ തന്നെ എഴുതി വെക്കാണ്ട് ദൈവത്തിന് എല്ലാ സാധനവും എഴുതി വെക്കുകയല്ലേ. എൻ്റെ മകളെ ഇതിനൊക്കെ ഒരു തക്കവും തായവും ഉണ്ട്. നിങ്ങൾക്ക് വായി തന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ അപ്പം തന്നെ സ്കാൻഡ് ആവും, നിങ്ങൾ തന്നെ ബ്രാൻഡഡ് ആവും. എന്നിട്ടാണ് നിങ്ങൾ മഹാ ഫേക്ക് ആണെന്ന് ദൈവത്തിന് അറിയാൻ പറ്റും. കാര്യം നിങ്ങൾ 5 ഇൻറ്റൻഷൻ കറക്റ്റ് എഴുതിയിട്ട് 6ാമത്തെ ഇൻറ്റൻഷൻ ഒരു ഫേക്ക് എഴുതിയാൽ നിങ്ങൾ ഫേക്ക് ആണെന്ന് ദൈവം അപ്പം തന്നെ റീഡ് ചെയ്യും. അതാണ് എൻ്റെ കുഴപ്പം, മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം താഴെ എഴുതി വെച്ചിരിക്കണ ആസ്ട്രേലിയ പോകണം. ആസ്ട്രേലിയ പോകണമെന്ന് എഴുതിയുള്ളൂ. ഇപ്പം നിങ്ങൾ ആസ്ട്രേലിയ പോകണമെന്ന് എഴുതിയപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് അപ്പനും അമ്മയും നോക്കാനാണ് നമ്മുടെ കാലാവസ്ഥ അവിടെ ഉള്ളത്, കുടുംബമായിട്ട് അവിടെ പോകാം, നമ്മുടെ കടങ്ങളെല്ലാം തീരുമെന്ന് പറയുമ്പോൾ മോഹമാണത്. അത് ദുർമോഹമാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ലൈൻ കേസ് ഉണ്ടല്ലോ, യവന് ആസ്ട്രേലിയയിലാണ് ജോലി എന്ന് രഹസ്യമായിട്ട് നമുക്കറിയാം. അപ്പോൾ അത് ദുർമോഹമായി. വീട്ടിലെ ആ സാധനം ചെയ്യാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഒരു മോഹം എന്നുള്ള സംഭവത്തിൻ്റെ അകത്ത് ഇടയ്ക്ക് വെച്ചും ദുർമോഹം കയറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഉടമ്പടി മൊത്തം തള്ളിപ്പോവും. എന്താ കാര്യം? അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ സ്പിരിറ്റ് ശരിയല്ലാത്തതുകൊണ്ടാണ്. 3 അരൂപികളുണ്ട്. ഒരു അരൂപി എന്താണ്? അത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ അപ്പോൾ നയിക്കപ്പെടുന്നത്. 8:14 റോമ 8:14 ഒരു അരൂപിയാണ്. എന്താണ് ഏറ്റു പറഞ്ഞ്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക, ജനങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം. അതാണ് ഇതിൻ്റെ അകത്ത് കണ്ടൻറ്റ് ബേസ് ഉണ്ടെങ്കിൽ ഇത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഇൻറ്റൻഷൻസാണ്. ഇനി ഇപ്പം നമ്മളെ സംബന്ധിച്ചുള്ള ഒരു സ്ഥലം, ഇപ്പം നിങ്ങൾ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കും. ഉടമ്പടി എഴുതിയപ്പോൾ അമ്മ പറഞ്ഞു, എടി വലിയപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ്. ഓ വലിയപ്പച്ചന് വേണ്ടി ഉടമ്പടി എടുക്കുമ്പോൾ എഴുതിയേക്കണേ പേര് ഓ എന്ന് പറഞ്ഞു. അവളൊരു ഓയൊക്കെ പറഞ്ഞ് ഒരു ഇനിഷ്യലൊക്കെ ചേർത്താണ് ആ സാധനം എഴുതിയിരിക്കണത്. ഇവിടെ മനസ്സിരിക്കണേ എങ്ങനെ? ഈ പണ്ടാരും ചാകണമെന്നായിരിക്കും. എന്താ കാര്യം? ചത്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് മക്കളില്ല, അവിടെ ഓഹരി നമുക്ക് കിട്ടുമല്ല എന്നാണ്. അതെന്താണ്? കൊല്ലാനും നശിപ്പിക്കാനാണ് കള്ളം വരുന്നത്. കാരണം അതെന്താ രൂപയാണ്? 10:10 ടേക്ക് ദി ബ്ലഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 10:10 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 10:10 യോഹന്നാൻ 10:10 മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. കള്ളനാണ്, കള്ളിയാണ് ശരിക്കും പറഞ്ഞ. കണ്ടവൻ്റെ മുതൽ അവൻ്റെ നാശം ആഗ്രഹിച്ചുകൊണ്ട് രഹസ്യ അജണ്ട കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരെല്ലാം ബ്രാൻഡഡ് തീഫ് റോബറീസാണ്. കർത്താവ് ദേവാലയത്തെ പോലും ഡെൻ ഓഫ് റോബേഴ്സ് എന്ന് പറയുന്നത് ഇത്തരം റോബറികൾ ഉള്ളവർ എല്ലാവരുടെയും കൂട്ടത്തിലുണ്ട്, ജനങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാവും. അത് ദേവാലയത്തിൽ വരുമ്പോഴാണ് ഈ ദേവാലയം ഡെൻ ഓഫ് റോബേഴ്സായി വരണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ നിരക്കാത്ത അരൂപികളെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇതിനാണ് ഈ കൗൺസിലിംഗ് വെച്ചിരിക്കുന്നത് ഉടമ്പടിയിലെ. അല്ല, ഉടമ്പടി കരിസ്മാറ്റിക് കൗൺസിലിംഗ് അല്ല, അത് സൈക്കോളജിക്കൽ കൗൺസിലിംഗും അല്ല. നിങ്ങൾ വെച്ചിരിക്കുന്ന നിയോഗങ്ങളെ അതിൻ്റെ അരൂപി സ്പിരിറ്റ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന അരൂപിയാണ് ഉള്ളത് ഇതിൻ്റെ ഉള്ളത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്. അതായത് നിങ്ങൾ നിങ്ങൾ സംഖ്യ എടുത്തേ, സംഖ്യ 16:9 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. സംഖ്യ 16:9 കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും സമൂഹത്തിന് മുമ്പിൽ നിന്ന് സേവനമനുഷ്ഠിക്കാനും ഇസ്രായേലിന്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ? ഉടമ്പടി എടുത്ത നിസ്സാര കാര്യമല്ലെന്നാണ് അമ്മ ഈ വചനം പറയണത്. എന്താ നമ്മൾ ഉടമ്പടി എടുത്തിരിക്കണതില്ലേ? നിങ്ങൾ വന്നേ ഇല്ലേ? കർണാടകയിൽ നിന്നും ചില ആൾക്കാരൊക്കെ വന്ന് ഒരു ഫ്ലൈറ്റിന് വന്ന് ഉടമ്പടി എടുത്തിട്ട് പോകും. ഇത് എത്ര രൂപ? 1.5 ലക്ഷം രൂപയാണ് അവർക്ക് ഒരു ഉടമ്പടിക്ക് 1.5 ലക്ഷം രൂപയാണ് അവർ മുടക്കണത്. അവർ ചില സാക്ഷ്യം പറയാൻ വേണ്ടി വന്നിട്ട് പറയും, ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നു, സാക്ഷ്യം പറഞ്ഞിട്ട് പോവുകയാണ്, വീട്ടിൽ പോലും പോകുന്നില്ല എന്ന് പറയും. കാരണം അത്രയും പ്രാധാന്യം അവർക്ക് അതിന് കൊടുക്കുന്നുണ്ട്. എന്നാൽ കാര്യം അവരെ സംബന്ധിച്ചുള്ള ഈ വിഷയം ഏർപ്പെട്ടിരിക്കുന്നത് 2 കാര്യത്തിനാണ്. എന്താണ്? 16:9 വായിച്ചേ. കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും സമൂഹത്തിന് മുമ്പിൽ നിന്ന് സേവനമനുഷ്ഠിക്കാനും ഇസ്രായേലിന്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ? ഉടമ്പടിയിലൂടെ നിങ്ങൾ ചെയ്യണത് എന്താണ്? കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു, പിന്നെന്ത് ചെയ്യണം? സമൂഹത്തിലെ നിങ്ങളെ ശുശ്രൂഷ ചെയ്യുന്നു.
ഇതിനു വേണ്ടിയാണ് നിങ്ങളെ വേർതിരിച്ചിരിക്കുന്നത്. ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ദൈവികമായ ലക്ഷ്യം എന്താണ്? സമൂഹത്തിൽ നിങ്ങളെ വേർതിരിച്ചിട്ട് ദൈവത്തിൻ്റെ വേലക്കാരാക്കി മാറ്റിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നിങ്ങൾ സമൂഹത്തിൻ്റെ ഭാഗമല്ല. സമൂഹത്തിൻ്റെ ഭാഗമാകും. ഈശോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോകത്തിലാണ് എങ്കിൽ ലോകത്തിൻ്റെ അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെതാണ്, പക്ഷെ എന്താണ്? ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 15:19 എടുത്ത് വായിച്ചോളൂ. നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. ലോകം ദ്വേഷിക്കുന്ന, നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത കാരണം ലോകം ദ്വേഷിക്കുന്ന ഒരു ചുറ്റുപാടുകൾ സത്യസന്ധമായ പ്രേക്ഷിത പ്രവർത്തനം ഉണ്ടാകേണ്ടതാണ്. ഈ പ്രാവശ്യങ്ങളിൽ കൃപാസനത്തിൻ്റെ പത്രം വിതരണം ചെയ്തിട്ടുള്ള പൊള്ളാച്ചിയിലും അതുപോലെ തന്നെ മാംഗ്ലൂരുമൊക്കെ ചില സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ ഇവിടുന്ന് തന്നെ ചിലപ്പോൾ അത് വിജയകുമാർ സാറായാലും ഓഫീസിൽ നിന്നായാലും ഒക്കെ ഇടപെട്ടിട്ട് അത് സെറ്റാക്കിയിട്ടുണ്ട്. കാര്യം ആൾക്കാർ നമ്മൾ കർത്താവിന് വേണ്ടി വേല ചെയ്യുമ്പോൾ നമ്മളാരെയും മതപരിവർത്തനം ചെയ്യാനല്ല ഇതൊക്കെ നമ്മൾക്കുണ്ടായ ദൈവാനുഭവത്തെ സ്വാഭാവികമായിട്ട് അവർക്കൊരു സങ്കടമൊക്കെ രോഗമൊക്കെ ഉണ്ടാകുമ്പോൾ അവരും പോയി രക്ഷപ്പെടാൻ വേണ്ടി ഓരോ മനുഷ്യർ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന വിഷയങ്ങളാണത്. പക്ഷേ ചിലർക്ക് ഇതൊരു തെറ്റിദ്ധാരണയാണ്, മതപരിവർത്തനമാണെന്ന്. നമുക്കറിയാം കൃപാസനം ഉണ്ടായിട്ട് എത്രയോ വർഷമായി ഇന്ന് വരെ ഒരു മനുഷ്യനെ മതപരിവർത്തനം ചെയ്തിട്ടില്ല. നിങ്ങൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വന്നാൽ പോലും ഞാൻ ചെയ്യത്തില്ല. എന്താ കാര്യം? കൃപാസനത്തിൻ്റെ ഉദ്ദേശം ആൾക്കാരെ ഞാൻ സ്ഥാനപ്പെടുത്തുകയല്ല. എന്താ ഉദ്ദേശം? ക്രിസ്തുവിനെ റീച്ച് ചെയ്യിക്കുകയാണ്. ക്രിസ്തുവിനെ റീച്ച് ചെയ്ത് നീ ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിനക്ക് വിശുദ്ധീകരണം ഉണ്ടാകും. പിന്നെന്താണ്? നിൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിലെല്ലാം സമാധാനവും സന്ധിപ്പും ഉണ്ടാകും. അപ്പം നിങ്ങൾ ചോദിക്കും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ പാരമ്പര്യ വേഷം കെട്ടി കിടക്കണവന്മാർക്ക് ഇതില്ലല്ലോ, അവന്മാർ തണ്ണിയാളെല്ലാം ചോദിക്കും. അത് അവരുടെ കാര്യം. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം. ഞാനീ പറയുന്ന സ്നേഹ ഷൈജ എന്ന് പറയുന്ന ലേഡി, അവരുടെ ജീവിത പ്രശ്നങ്ങൾ കണ്ടില്ലേ? അവരെ സന്ധിക്കാൻ വേണ്ടി കർത്താവ് എന്തുമാത്രം ഒളിക്കണ്ണോടുകൂടി എന്ത് കരുതലോടെയാണ് ഒരു പത്രം കൊണ്ട് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവർക്ക് നിൽക്കക്കളിയില്ലാത്ത സമയം വന്നപ്പോഴേ കർത്താവ് അവൾ പറഞ്ഞു മോളെ പത്രം എടുത്ത് വായിക്കാൻ പറഞ്ഞിനി. അവൾ പത്രം എടുത്ത് വായിച്ചപ്പോൾ ശുരു എന്നും പറഞ്ഞ് അവൾക്ക് ബ്ലീഡിംഗ് ഉണ്ട്. അതേസമയം തന്നെ അവൾക്ക് അമ്മായിമ്മക്ക് ഭ്രാന്താണ്, കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റണില്ല. പക്ഷേ ഇങ്ങനെ ഇവിടെ വരാമെന്ന് അവൾക്ക് പറ്റത്തില്ല. കാര്യം ഒന്ന് ബ്ലീഡിങ്, രണ്ടാമത്തെ എന്താണ് ആരെ ഏൽപ്പിച്ചിട്ട് പോലും മാനസിക രോഗമുള്ള അമ്മയമ്മയെ കുഞ്ഞുങ്ങളെ എങ്ങനെ ഏൽപ്പിച്ചിട്ട് പോരും? അവൾക്ക് കാശുണ്ടാ പോകാൻ ഒന്നുമില്ല. പക്ഷേ എങ്കിലും അവളൊരു കണ്ണ് ഏങ്ങി വരിഞ്ഞ്, അതാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയണത്. ഇത്രയും കഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പോലും ഏങ്ങി വരിഞ്ഞ് മാതാവിൻ്റെ അടുത്ത് വരും. മാതാവിൻ്റെ അടുത്ത് വന്നതേ അവൾക്ക് ഓർമ്മയുള്ളൂ. ആദ്യം വന്നത് അവൾ സ്നേഹ വന്നത് വാതിക്കലാണ് വന്നത്. വാതിക്കൽ വന്നതിന് ശേഷം പറയും അമ്മേ എൻ്റെ ഭർത്താവ് ജയിലിലാണ്, എൻ്റെ ഡ്രൈവർ വണ്ടി ഇടിച്ച് മരിച്ചു, എൻ്റെ അമ്മായിയമ്മക്ക് ഭ്രാന്താണ്, രണ്ട് കുഞ്ഞുങ്ങളൊന്നും ഒക്കെ മാർഗ്ഗമില്ല, എനിക്ക് വേലയ്ക്ക് പോകാൻ പറ്റത്തില്ല, എനിക്ക് ബ്ലീഡിങ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റപ്പറച്ചിൽ. പിന്നെ ഇവളെ വീട്ടിലോട്ട് വിളിക്കും. പേടിച്ചിട്ടാണ് വിളിക്കണത്. എന്താ വിളിക്കണ കാര്യം? കുഞ്ഞുങ്ങളെ അമ്മ വല്ലതും ചെയ്താന്ന് അറിയാൻ വേണ്ടി വിളിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾ പറയും മക്കളെ എന്ത് ചെയ്യണം നിങ്ങൾ എന്താ പറയുക? അമ്മ അതേ ഇത് കണ്ട നമ്മുടെ അമ്മാമ്മയില്ലേ പഴയ കാര്യങ്ങളൊക്കെ പറയാണ്, അമ്മാമ്മക്ക് ഒരു പ്രശ്നവും ഇല്ല ഇപ്പോഴെന്ന്. ഇതാണ് കൃപാസനം മാതാവ്. അവളെ രക്ഷിക്കാൻ അവളുടെ ജീവിതം കുരുങ്ങിപ്പോകുമ്പോൾ ഇവയ്ക്കൊരു തരുമ്പ് വിശ്വാസം എവിടെയോ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ പത്രം കൊണ്ട് അഡ്വാൻസ് വെച്ചേക്കുന്നത്. അതാ അവൾക്കൊരു കാഷ്വാലിറ്റി ഉണ്ടായാൽ അവളെ രക്ഷിക്കാൻ നിന്റെ ദൈവം കണ്ണിൽ എണ്ണയും ഒഴിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹത്തിന് കരുതലിന് നന്ദി പറയുന്നു.